ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിഷ്ണു ചന്ദ്രബോസിന്റെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നതാണ്. വിഷ്ണുവിനെ കണ്ടപാടെ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ്. പെൺഡ്രൈവ് എടുക്കാൻ വിഷ്ണു പറയുമ്പോൾ ഏത് പെൺഡ്രൈവ് എന്നും എൻ്റെ കയ്യിൽ പെൺഡ്രൈവ് ഒന്നുമില്ലെന്നും ചന്ദ്രബോസ് പറയുന്നു. എൻ്റെ ചന്ദ്രബോസെ, നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഇത്രയും പെട്ടെന്നാകുമെന്ന് ഞാൻ കരുതിയില്ല. താനെ പെൺഡ്രൈവ് എടുക്കാൻ നോക്ക്, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ടെന്ന് വിഷ്ണു പറയുമ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് തർക്കിച്ചു നിൽക്കുകയാണ് ചന്ദ്രബോസ്. തുടർന്ന് ചന്ദ്രബോസിനെയും ചന്ദ്രബോസിന്റെ ഗുണ്ടകളെയും പെരുമാറുകയാണ് വിഷ്ണു. അങ്ങനെ വിഷ്ണുവിന്റെ അടി സഹിക്കാൻ വയ്യാതെ ചന്ദ്രബോസ് ആ പെൺഡ്രൈവ് എടുത്ത് വിഷ്ണുവിന് നൽകുന്നു. ഇതാദ്യമേ തന്നിരുന്നെങ്കിൽ ഇത്രയും അടിയും ഇടിയും ഒന്നും കൊള്ളേണ്ട അവസ്ഥ വരില്ലായിരുന്നല്ലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പേടിയോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ്. അങ്ങനെ വിഷ്ണു പെൺഡ്രൈവുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ ചന്ദ്രബോസ് ഫോൺ എടുത്ത് കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ്. ആ സത്യഭാമയുടെ മകൻ വിഷ്ണു എൻ്റെ വീട്ടിലേക്ക് വന്ന് എന്നെയും ഭാര്യയും മക്കളെയും ഒക്കെ തല്ലി, വീട്ടിൽ വന്ന് പ്രശ്നവും ഉണ്ടാക്കി. അവനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് ചന്ദ്രബോസ് വിളിച്ചു പറയുന്നു. അതേസമയം പെൺഡ്രൈവുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ പതിവ് പോലെ ജോലി അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുന്നതാണ്. അങ്ങനെ ശാരദാമ്മ ഒരു ഹോട്ടലിൽ കയറുകയും ഒരു ചായക്ക് പറയുകയും ചെയ്യുന്നു. അതേസമയം ഹോട്ടലിന്റെ ഉടമ കരുണാകരന്റെ മകള് അങ്ങോട്ടേക്ക് വരികയാണ്. ആ കുട്ടിയും ശാരദാമ്മയുടെ അടുത്ത് വന്നിരുന്ന് ഒരു ചായ പറയുകയാണ്. അങ്ങനെ ചായ കൊണ്ടുവരുമ്പോൾ അത് കുടിച്ചിട്ട് ശാരദാമ്മ മുഖം ചുളുക്കുകയാണ്. അതേസമയം ഹോട്ടലിന്റെ ഓണറിന്റെ മകളും ആ ചായ കുടിച്ചിട്ട് പറയുകയാണ്, എന്ത് വൃത്തികെട്ട ചായ അച്ചാ ഇത്, ഇതേപോലൊരു ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എന്റെ അത്രയും സമയം കളഞ്ഞെന്ന് പറഞ്ഞ് ആ കുട്ടി ദേഷ്യത്തോടെ പോകാനൊരുങ്ങുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, മോളൊരു 2 മിനിറ്റ് ഇരിക്കാമെങ്കിൽ ഞാൻ ചായ ഇട്ട് തരാം. ഞാനും ഒരു ഹോട്ടലൊക്കെ നടത്തിയിരുന്നതാ. ഇത് കേൾക്കുന്ന ആ കുട്ടി ശാരദാമ്മയോട് കിച്ചൺ അവിടെയാണെന്ന് പറയുമ്പോൾ ശാരദാമ്മ ആ കുട്ടിക്ക് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുന്നു. ചായ കുടിച്ചിട്ട് ആ കുട്ടി പറയുകയാണ്, ഇത്രയും നല്ലൊരു ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. എന്ത് നല്ല ചായയാ. ശാരദാമ്മ ഹോട്ടലൊക്കെ നടത്തിയതാന്നാ അച്ഛാ പറഞ്ഞത്. ശാരദാമ്മയെ വേണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാരെ പാചകം പഠിപ്പിക്കാൻ നിർത്താമായിരുന്നു. ഇത് കേൾക്കുന്ന ശാരദാമ്മ പറയുകയാണ്, ഞാൻ ഒരു ജോലി അന്വേഷിച്ച് നടന്നതാ. പണ്ടായിരുന്നു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഹോട്ടലൊന്നുമില്ല. എന്നെ ഇവിടെ ജോലിക്ക് എടുക്കാമോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ അതിനെന്താണെന്നും ശാരദാമ്മയ്ക്ക് എപ്പോൾ തൊട്ട് വേണമെങ്കിലും വരാമെന്നും കരുണാകരൻ പറയുന്നു. എങ്കിൽ നാളെ തൊട്ട് വരാമെന്ന് ശാരദാമ്മ പറയുമ്പോൾ ചോദിക്കുന്ന ശമ്പളം എൻ്റെ അച്ഛൻ തരുമെന്നും നാളെ തൊട്ട് എന്താണെങ്കിലും ശാരദാമ്മ ഇങ്ങോട്ടേക്ക് വരണമെന്നും ആ കുട്ടി പറയുകയാണ്. തുടർന്ന് കരുണാകരൻ ചോദിക്കുകയാണ്, മോളെ, ഞാൻ പറഞ്ഞ ആ ബന്ധത്തിന്റെ കാര്യം എന്താണെങ്കിലും അച്ഛൻ അവരോട് വന്ന് കാണാൻ പറ. ചെറുക്കനോട് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ശാരദാമ്മേ, ഞാൻ എന്താണെങ്കിലും ശാരദാമ്മയുടെ വീട് വഴിയാ പോകുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് ആക്കാമെന്ന് പറഞ്ഞ് ആ കുട്ടി ശാരദാമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെ അയച്ചില്ലല്ലോ. അത്രയും പറഞ്ഞ് കരുണാകരൻ ഫോണിലേക്ക് നോക്കുമ്പോൾ ഫോണിലേക്ക് പയ്യന്റെ ഫോട്ടോ വരികയാണ്. അത് മറ്റാരുമല്ല, രാജീവായിരുന്നു. രാജീവ്, കോളേജ് പ്രൊഫസർ. കാണാൻ കൊള്ളാം. എന്താണെങ്കിലും നാളെ വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും കരുണാകരൻ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. വിഷ്ണുവിനെ കാണാതെ വിഷമത്തോടെ ഇരിക്കുകയാണ് ശാലിനി. അതേസമയം പ്രീതിക്ക് ബോധം വരികയാണ്. ബോധം വന്നയുടൻ തന്നെ കോടതിയിലേക്ക് പോകാൻ വേണ്ടി പ്രീതി ബഹളമുണ്ടാക്കുമ്പോൾ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, ഇപ്പോൾ കോടതിയിലേക്കൊക്കെ പോകുന്നത് റിസ്ക് ആണ്. കുട്ടി എപ്പോൾ വേണമെങ്കിലും ബോധരഹിതയായി വീഴും. ഇത് കേൾക്കുന്ന പ്രീതി പറയുകയാണ്, എന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല, ഞാനിപ്പോ കോടതിയിൽ പോകേണ്ടത് അത്യാവശ്യമാണ്. ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഒരുത്തി അവളുടെ ഭർത്താവിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടിരുന്നു. കൂടാതെ എന്റെ തലയും അവൾ പിടിച്ച് പാറക്കല്ലിൽ ഇടിപ്പിച്ച് എന്നെ കോമാ സ്റ്റേജിലേക്കുമാക്കി. അവൾക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഞാനിന്ന് കോടതിയിൽ എത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനിയെ കൂട്ടിക്കൊണ്ട് പ്രീതി കോടതിയിലേക്ക് പോവുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.